Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളി കൊണ്ട് ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മീഡിയം വലുപ്പമുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് അമർത്തി നേരിടരുത്. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഉള്ളിവടയാണെന്ന് കരുതരുത്, ഉള്ളിവടയുടെ ടേസ്റ്റേ അല്ല കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വ്യത്യസ്തമായ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് നമ്മൾ ചതക്കി പൊടിയോ ഒന്നുമല്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറൊരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ്. 3 സവാളയുടെ അളവിലാണ് എല്ലാ ചേരുവകളും പറയുന്നത് കേട്ടോ. അതിൽ ഉപ്പും എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പിന്നെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് കടലമാവ് എടുത്തെങ്കിലും അത് ഫുള്ളായിട്ട് ആവശ്യം വരില്ല. ഈ മുട്ടയുടെ നനവ് കൊണ്ടും ഉള്ളിയുടെ ഉള്ളിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ നനവ് കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടി ചേർക്കാം. 1/2 കപ്പ് കടലമാവ് എടുത്തതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉള്ളിയുടെ അളവിനനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ ചേരുവകളും വരിക കേട്ടോ. അപ്പോൾ ഉള്ളി കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരുപാട് ടൈമൊന്നും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ മതി. ഞാൻ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ കുറച്ച് ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഈ ഉള്ളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് അവസാനമായി നമ്മൾ ചേർക്കുന്ന ചേരുവ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, സ്നാക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ എണ്ണ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എണ്ണ നന്നായി ചൂടിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് തയ്യാറാക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണിത് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇതേപോലെ നുള്ളി ഇട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിങ്ങനെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നുള്ളി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ പക്കോടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവും കേട്ടോ. ഒരു ചിക്കനൊക്കെ നമ്മൾ പൊരിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തതുകൊണ്ടാണ്, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അരിപ്പൊടി ചേർത്തതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ഹാർഡായിട്ടിരിക്കും, അങ്ങനെയൊന്നും കരുതണ്ട. അങ്ങനെയൊന്നും ഇരിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിൽ ഇട്ടാൽ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉള്ളി നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ചേരുവയാണ്, ഒരു ഐറ്റമാണ് അല്ലേ. ആ ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് വെറൈറ്റി ആയിട്ടൊന്ന് റെഡിയാക്കി നോക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ 10 മണിക്ക് സ്നാക്കൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ നല്ലതാണ്. അതുപോലെ തന്നെ 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് ചായക്കൊപ്പം, ചൂട് ചായക്കൊപ്പമൊക്കെ കൊടുക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ. എൻ്റെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, പഴയ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പുതിയതായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് നല്ല ചൂട് ചായ കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരു ചായയും ഒരു ഇതുപോലൊരു ഉള്ളി സ്നാക്കും ഒക്കെ കിട്ടിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.